പ്രേംനസീറിനെ വെല്ലുവിളിക്കാനോ? പ്രേംനസീറിനെ ആർക്കാണ് വെല്ലുവിളിക്കാൻ തോന്നുക? മലയാള സിനിമയിൽ പ്രേംനസീറിനെ പോലെ സൗമ്യനായ മറ്റൊരാളില്ല. അദ്ദേഹത്തെ പോലെ ഡിപ്ലോമാറ്റിക്കായ മറ്റൊരാളില്ല. അങ്ങനെയുള്ള പ്രേംനസീറിനെ വെല്ലുവിളിക്കാൻ മലയാള സിനിമയിൽ ആരാണ് ധൈര്യപ്പെടുക? എന്നാൽ അങ്ങനെ പ്രേംനസീറിനെ വെല്ലുവിളിച്ച രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർ പ്രേംനസീറിന് നേരെ വിരലുയർത്തിയിട്ടുണ്ട്. അത് സിനിമയ്ക്ക് പുറത്തുള്ള മറ്റാരുമല്ല, അത് സിനിമയിൽ തന്നെയുള്ള രണ്ട് സംവിധായകരാണ്. മാത്രമല്ല അവരാകട്ടെ മലയാള സിനിമാ ചരിത്രത്തിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് കരുത്തേകിയ രണ്ട് സംവിധായകർ കൂടിയാണ്. പ്രേംനസീറിനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം സമാന്തര സിനിമാ പ്രസ്ഥാനവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം മെയിൻ സ്ട്രീം സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. അതിൻ്റെ നട്ടെല്ലാണ്. ഈ ഇൻഡസ്ട്രിയെ തന്നെ ഒറ്റയ്ക്ക് തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയ ആളാണെന്നും പറയാം. കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ വിമർശിക്കപ്പെടുമ്പോഴും മലയാള സിനിമയുടെ ഒരു പ്രധാന വിജയ ഘടകം തന്നെയായിരുന്നു പ്രേംനസീർ. പ്രേംനസീർ ഉണ്ടെങ്കിൽ നിർമ്മാതാക്കൾക്ക് ആ സിനിമയുടെ വിജയം ഉറപ്പിക്കാനും തങ്ങൾ മുടക്കിയ പണം തിരിച്ചു കിട്ടാനും എളുപ്പമായിരുന്നു. ആ സമയത്താണ് സിനിമ ബിസിനസ് അല്ല എന്നും സിനിമ കലയ്ക്ക് വേണ്ടിയാണ് എന്ന മുദ്രാവാക്യവുമായി മലയാള സിനിമയിൽ സമാന്തര പ്രസ്ഥാനം തുടങ്ങുന്നത്. ഈ സമാന്തര പ്രസ്ഥാനത്തിലെ തുടക്കക്കാരിൽ ഒരാളായിരുന്നു PN മേനോൻ. അദ്ദേഹം തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത് 1965 സമാന്തര സിനിമയുടെ വക്താവായിരുന്നെങ്കിലും അദ്ദേഹം തന്റെ ആദ്യ സിനിമയിൽ പ്രേംനസീറിനെ അഭിനയിപ്പിച്ചിരുന്നു. റോസി എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ നായികയെ വന്നത് കവയൂർ പൊന്നമ്മയാണ്. അതൊരു കൊമേഴ്സ്യൽ വിജയം നേടിയില്ലെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിനുശേഷം പിന്നീടാണ് മലയാള സിനിമയിൽ വിപ്ലവാത്മകമായ ചരിത്രത്തിന് തുടക്കം കുറിച്ച ഓളവും തീരവും 1970 ഇറങ്ങിയത്. മലയാളത്തിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ തുടക്കമായി ആ സിനിമയെ കാണുന്നവരുണ്ട്. അതുവരെ സ്റ്റുഡിയോയിലും മറ്റും ചിത്രീകരിച്ച മലയാള സിനിമയെ പൂർണ്ണമായും ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നത് ഈ സിനിമയോട് കൂടിയാണ്. ആ സിനിമ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും നിരൂപക പ്രശംസ നേടിയതുമായ സിനിമയാണ്. എങ്കിലും ആ സിനിമയും കൊമേഴ്സ്യലി പരാജയം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം MTയുടെ സ്ക്രിപ്റ്റിൽ തന്നെ കുട്ടിയടത്തിയും പിന്നീട് പണിമുടക്കും പുറത്തിറക്കിയപ്പോൾ കലാപരമായി മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും അത് സാമ്പത്തികമായി ആ സിനിമകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് 1972 അദ്ദേഹം ചെമ്പരത്തി എന്ന ഒരു സിനിമ പുറത്തിറക്കിയത്. സുധീർ, രാഘവൻ തുടങ്ങിയ അക്കാലത്തെ പുതുമുഖ താരങ്ങൾ നായകന്മാരായി മാറിയ സിനിമയായിരുന്നു അത്. ചെമ്പരത്തി മലയാള സിനിമയിൽ വലിയൊരു കൊമേഴ്സ്യൽ സക്സസ് ആയി മാറി. കലാമൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷക പ്രശംസ നേടി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു PN മേനോൻ സംവിധാനം ചെയ്ത ചെമ്പരത്തി. ഒരുപക്ഷെ പ്രേംനസീറിനെ പോലെയുള്ള മെയിൻ താരങ്ങളില്ലാത്ത ആദ്യത്തെ ഹിറ്റ് തന്നെയായിരുന്നു അത്. അതിൻ്റെ 50-ാം ദിവസം കൊല്ലം ടൗൺ ഹാളിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് പ്രേംനസീറിന് തന്നെയായിരുന്നു. മുഖ്യമായും പ്രേംനസീറിനെ കാണാൻ എത്തിയ ജനക്കൂട്ടം ടൗൺ ഹാളും നിറഞ്ഞ് പുറത്ത് കവിഞ്ഞൊഴുകിയിരുന്നു. വിജയത്തിന്റെ ആവേശ ലഹരിയിലായിരുന്നു PN മേനോൻ. PN മേനോന്റെ തനത് സ്വഭാവം വെച്ച് ആരെയും കൂസാത്ത ഒരു റിബലാണ് അദ്ദേഹം. എവിടെയും തനിക്ക് തോന്നുന്നത് ശരിയായാലും തെറ്റായാലും വെട്ടി തുറന്ന് പറയുന്ന ശീലമുള്ള ആളാണ് PN മേനോൻ എന്നത്. പ്രേംനസീറിന് സ്വാഗതം പറഞ്ഞത് PN മേനോനായിരുന്നു. തന്റെ വിജയത്തിൽ മതിമറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതാ മലയാളത്തിൽ ആദ്യമായി ഒരു ഹിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ജനപ്രിയ നായകന്മാരില്ലാത്ത, പ്രേംനസീർ അഭിനയിക്കാത്ത ഒരു ഹിറ്റ്. മലയാള സിനിമയുടെ ഭാവിക്കായി രണ്ട് യുവ നായകന്മാരെ ഞാൻ ഈ സിനിമയിലൂടെ സംഭാവന ചെയ്തിരിക്കുകയാണ്. സുധീറും രാഘവനും. പ്രേംനസീറിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പ്രേംനസീറിനോട് പറയാനുള്ളത് അങ്ങ് സിനിമയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. ആവേശത്തിമർപ്പിൽ അദ്ദേഹം പറഞ്ഞത് പലതും പ്രേംനസീറിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. പ്രേംനസീർ സിനിമാ അഭിനയം നിർത്തണമെന്ന് വരെ പറഞ്ഞു വെച്ചു. വേദിയിലിരിക്കുന്നവരാകെ സ്തംഭിച്ചു പോയിരുന്നു. പ്രേംനസീറിനെ കാണാനെത്തിയ ജനക്കൂട്ടമാകട്ടെ ഒച്ച വെക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രേംനസീർ വിസ്മയവദനായി നിശബ്ദനായി വേദിയിലിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ അധ്യക്ഷൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. തനിക്കെതിരെ പറഞ്ഞ PN മേനോനെതിരായി അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ല. വളരെ ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കാൻ കഴിവുള്ള പ്രേംനസീർ PN മേനോനെ ആദ്യം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. PN മേനോൻ ഒരു മികച്ച സംവിധായകനാണെന്നും അത് താൻ അദ്ദേഹത്തിന്റെ റോസി എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണ് അദ്ദേഹം. ഈ ഒരു വിജയം അദ്ദേഹത്തിന് ഭാവിയിലും ആവർത്തിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം PN മേനോന് ആശംസകൾ നേർന്നു. മാത്രമല്ല തന്നെ വിളിക്കുകയാണെങ്കിൽ താൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം താൻ അഭിനയം നിർത്തിപ്പോകണമെന്ന് മേനോൻ പറഞ്ഞതിനോടും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ചോദിച്ചത്, മലയാള സിനിമയിൽ പുതിയ താരങ്ങൾ വരാൻ, പുതിയ അഭിനേതാക്കൾ വരാൻ താൻ എന്തിനാണ് അഭിനയം നിർത്തിപ്പോകേണ്ടത് എന്നാണ്. അവർ കഴിവ് തെളിയിച്ച് വരട്ടെ.
താൻ ആർക്കും തടസ്സമാവില്ല എന്നും കഴിവ് തെളിയിച്ചാൽ ഏതൊരു അഭിനേതാവിനും സംവിധായകനും മലയാള സിനിമയിൽ എന്നും ഇരിപ്പിടമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് പോലും ആ രീതിയിലുള്ള ഒരു പ്രതികരണം നൽകാതെ തികച്ചും സൗമ്യമായി പക്വതയോടുകൂടിയാണ്. മാത്രമല്ല, പ്രേംനസീർ എന്തെങ്കിലും വെല്ലുവിളിയായി PN മേനോനെതിരെ പറഞ്ഞിരുന്നെങ്കിൽ മുന്നിലെ ആരാധക കൂട്ടം ഒരുപക്ഷെ PN മേനോനെ ആക്രമിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിട്ട് പോലും ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം PN മേനോന് പുറത്തേക്ക് പോകാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. പിന്നീട് പ്രേംനസീറിന്റെ നേരെ വെല്ലുവിളി ഉയർത്തിയ മറ്റൊരു ചലച്ചിത്രകാരൻ കൂടിയുണ്ട്. അതാണ് PA ബക്കർ. അദ്ദേഹവും സമാന്തര സിനിമാ പ്രസ്ഥാനവുമായി നടന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കബനി നദി ചുവന്നപ്പോൾ 1975 ഇറങ്ങിയത്. അതിന് ധാരാളം അവാർഡുകളെല്ലാം കിട്ടുകയുണ്ടായി. ആ സമയത്ത് പ്രേംനസീർ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അക്കാലത്തെ സമാന്തര സിനിമകളുടെയൊക്കെ ചില ശീലങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കക്ഷത്തിലെ പൂട കാണിക്കുന്നവനും ബീഡി വലിക്കുന്നവർക്കുമൊക്കെയാണ് ഇന്ന് സിനിമയിൽ അവാർഡ് കിട്ടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാലത്തുള്ള സമാന്തര സിനിമയുടെ പൊതുവെ ഒരു രീതി എന്ന് വെച്ചാൽ നായകൻ ദരിദ്രനായിരിക്കും, ജോലി ഉണ്ടാവില്ല, ഷർട്ടിടാത്ത, ബീഡി വലിച്ചു നടക്കുന്ന, അസ്തിത്വ പ്രശ്നങ്ങൾ നേരിടുന്ന നായകന്മാരായിരുന്നു അക്കാലത്തെ സമാന്തര സിനിമകളിൽ നായകന്മാരെല്ലാം തന്നെ. അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രേംനസീർ അങ്ങനെ ഒരു കമന്റ് ആ സമയത്ത് പറഞ്ഞത്. ഇത് PA ബക്കറിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അദ്ദേഹം പ്രേംനസീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു അഭിപ്രായം പ്രേംനസീർ പറഞ്ഞത് അദ്ദേഹത്തിന് സിനിമയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന്. ഞങ്ങൾ നിർമ്മിക്കുന്ന സിനിമ എന്താണെന്ന് മനസ്സിലാകാതെ തികച്ചും കൊമേഴ്സ്യൽ സിനിമയിൽ അഭിരമിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നാണ് PA ബക്കർ പറഞ്ഞത്. അതിനുശേഷം കാലം കുറെ കഴിഞ്ഞു. PA ബക്കറിൻ്റെതായി കുറേ സിനിമകൾ അതിനുശേഷം വന്നു. അവയ്ക്കെല്ലാം തന്നെ സ്ഥിരമായി ഒരുപാട് അവാർഡുകളും കിട്ടിക്കൊണ്ടിരുന്നു. മണിമുഴക്കം, ചുവന്ന വിത്തുകൾ, ചാപ്പ, സംഘഗാനം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ അവാർഡ് സിനിമകളായിരുന്നു. 80കളോടുകൂടി പ്രേംനസീറും തൻ്റെ സിനിമാ തിരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കൊമേഴ്സ്യൽ സിനിമകളിലെ പതിവ് റൊമാൻറ്റിക് നായക വേഷത്തിൽ നിന്നും മാറിക്കൊണ്ട് കൂടുതൽ ക്യാരക്ടർ വേഷങ്ങൾ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായ സമയമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബക്കറിൻ്റെ അടുത്ത് TH ഖാലിദ് എന്ന നിർമ്മാതാവ് ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എത്തിയത്. മാത്രമല്ല, അതിൽ പ്രേംനസീറിനെ നായകനാക്കി അഭിനയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ബക്കറിന് അത് ആദ്യം അത്ര സ്വീകാര്യമായി തോന്നിയില്ല. പ്രേംനസീറിനെ പോലെയുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമാ സൂപ്പർ സ്റ്റാറിനെ തൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. താനും അദ്ദേഹവുമായുള്ള മുമ്പുണ്ടായ ആ പ്രശ്നം, അത് കാരണം പ്രേംനസീർ ഇതിന് സമ്മതിക്കുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഖാലിദിന്റെ നിർബന്ധം കാരണം ബക്കർ പ്രേംനസീറിനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യാമെന്ന് സമ്മതിച്ചു. ബക്കറാണ് സംവിധായകൻ എന്ന് അറിഞ്ഞപ്പോൾ പ്രേംനസീർ ചോദിച്ചത് അയാൾ ഇതിന് സമ്മതിച്ചോ എന്നാണ്. പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം ബക്കറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ബക്കറിനെ പോലെയുള്ള സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാൻ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയാണെന്നും തോന്നി. അങ്ങനെ ബക്കർ പ്രേംനസീറിനെ വെച്ച് 1983 പുറത്തിറക്കിയ സിനിമയാണ് ചാരം എന്നത്. പ്രേംനസീർ ആകട്ടെ ഈ സിനിമയിൽ തൻ്റെ പതിവ് റെന്യൂമറേഷനിൽ നിന്നൊക്കെ പകുതി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു സ്വകാര്യ കാര്യം കൂടി ഉണ്ടാവും. ബക്കർ അതുവരെ ഇറക്കിയ സിനിമകൾക്കെല്ലാം തന്നെ അവാർഡുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ബക്കറിന്റെ സിനിമയിൽ താൻ അഭിനയിച്ചാൽ ഒരുപക്ഷെ തനിക്ക് ഒരു നല്ല നടനുള്ള അവാർഡ് കിട്ടിയേക്കുമെന്ന് പ്രേംനസീർ പ്രതീക്ഷിച്ചിരിക്കാം. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ വർഷം ബക്കർ തൻ്റെ സിനിമയെ അവാർഡ് കമ്മിറ്റിക്ക് മുമ്പാകെ അതിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യമെന്നത് വളരെ ദുരൂഹം തന്നെയായിരുന്നു. തൻ്റെ സിനിമയിൽ ഇറക്കിയ സമയത്ത് അതൊരു കൊമേഴ്സ്യൽ സക്സസ് ആകാൻ വേണ്ടി ചില സെക്സ് രംഗങ്ങൾ നിർമ്മാതാവ് കൂട്ടിച്ചേർത്തുവെന്നും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബക്കർ തൻ്റെ സിനിമയെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡിനായി അയക്കുന്നതിന് വിസമ്മതിച്ചത്. സത്യത്തിൽ ഇത് പ്രേംനസീറിന് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. കാരണം ചാരത്തിലെ പ്രേംനസീറിൻ്റെ അഭിനയം നിരൂപക പ്രശംസ നേടിയ ഒരു അഭിനയം തന്നെയായിരുന്നു. പ്രേംനസീറിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച സിനിമകളിൽ ചാരവും മുന്നിൽ തന്നെയുണ്ട്. അന്ന് അത് അവാർഡിന് അയക്കാതെ പോയതിന്റെ പേരിൽ പ്രേംനസീറിന് ഒരു സംസ്ഥാന അവാർഡ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുകയായിരുന്നു. ബക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ച അനേകം അവാർഡുകളിൽ ഒന്നാണെങ്കിലും പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മൂല്യമുള്ള ഒന്ന് തന്നെയാകുമായിരുന്നു. കാരണം മലയാള സിനിമയുടെ നട്ടെല്ലായി നിന്നിട്ടും അദ്ദേഹത്തെ ആ രീതിയിൽ അംഗീകരിക്കാനോ ഒരു അവാർഡെങ്കിലും കൊടുത്ത് ബഹുമാനിക്കാനോ ചലച്ചിത്ര രംഗം പലപ്പോഴും വിമുഖത കാണിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും